നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്വയംഭോഗം ജീവിതത്തിന്റെ സാധാരണവും ആരോഗ്യകരവും ആസ്വാദ്യകരവുമായ ഒരു ഭാഗമാണ്. എന്നാൽ സ്ത്രീകൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യും? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കറിയാവുന്ന മിക്ക ആളുകളും സ്വയംഭോഗം ചെയ്യുന്നുണ്ടാകാം. സ്വയംഭോഗം എന്നത് സ്വയം സ്നേഹിക്കാനുള്ള തികച്ചും സ്വാഭാവികമായ ഒരു രൂപമാണ്. കൂടാതെ ഇതിന് ചില മികച്ച ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നത് കുറവാണ്. സുരക്ഷിതവും ആസ്വാദ്യകരവുമായ രീതിയിൽ നിങ്ങളുടെ ശരീരം പര്യവേക്ഷിക്കാനും നിങ്ങളെ ഉണർത്തുന്നതെന്താണെന്ന് പഠിക്കാനും ആ ലൈംഗിക ആഗ്രഹങ്ങൾ ഒരു പങ്കാളിയുമായി പങ്കുവെക്കാനും സ്വയംഭോഗം നിങ്ങളെ അനുവദിക്കുന്നു. സ്ത്രീകളുടെ സ്വയംഭോഗത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്താഗതിയായിരിക്കാം ഇതിന് കാരണമെന്ന് ചില വിദഗ്ധർ കരുതുന്നു. ചെറുപ്പത്തിൽ സ്വയംഭോഗത്തെക്കുറിച്ച് നെഗറ്റീവ് സന്ദേശങ്ങൾ ലഭിച്ച സ്ത്രീകൾക്ക് മുതിർന്നവരായിരിക്കുമ്പോൾ അതിനോട് നെഗറ്റീവ് മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആനന്ദകരമായ ഒരു ലൈംഗിക ജീവിതത്തിന് നിങ്ങളുടെ ലൈംഗിക ആവശ്യങ്ങൾ സ്വയം അറിയുന്നത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് രതിമൂർച്ഛ വിടവ് കുറയ്ക്കാനതിന്. കാരണം പലർക്കും വെറും ലൈംഗിക ബന്ധത്തിലൂടെ മാത്രം രതിമൂർച്ഛ നേടാൻ കഴിയില്ല. 2016 യുഎസിൽ നടത്തിയ ഒരു പഠനത്തിൽ പങ്കെടുത്ത 64% സ്ത്രീകൾക്കും രതിമൂർച്ഛ നേടാൻ ക്ലിറ്റോറിസ്, യോനി ഉത്തേജനങ്ങളുടെ സംയോജനം ആവശ്യമാണെന്ന് കണ്ടെത്തി. സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾക്ക് പങ്കാളികളോടൊപ്പം കൂടുതൽ ലൈംഗിക സംതൃപ്തിയുണ്ടെന്ന് ഒരു പഠനം കണ്ടെത്തി. സ്ത്രീകൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യും? സ്വയംഭോഗത്തിന് ഒരു പൊതുവായ അളവുകോലില്ലെങ്കിലും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ചില പുതിയ വിവരങ്ങൾ ലഭ്യമാണ്. 2020 2600 സ്ത്രീകളിലും പുരുഷന്മാരിലും നടത്തിയ ഒരു പഠനത്തിനനുസരിച്ച് സർവേയിൽ പങ്കെടുത്ത സ്ത്രീകൾ ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ വർഷത്തിൽ 49 തവണ സ്വയംഭോഗം ചെയ്യുന്നു. എന്നാൽ പുരുഷന്മാർ ശരാശരി ആഴ്ചയിൽ 3 തവണ അഥവാ വർഷത്തിൽ 154 തവണ സ്വയംഭോഗം ചെയ്യുന്നു. ചോദ്യം ചെയ്യപ്പെട്ട സ്ത്രീകളിൽ 35% ഒരിക്കലും സ്വയംഭോഗം ചെയ്തിട്ടില്ല. എന്നാൽ പുരുഷന്മാരിൽ ഇത് 18% മാത്രമാണ്. ഇതിന് അന്തർലീനമായ ലജ്ജ, സാമൂഹിക വിലക്കുകൾ, ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് എന്നിവയാണെന്ന് വിദഗ്ധർ പറയുന്നു. എങ്കിലും സ്വയംഭോഗം സ്ഥിതിവിവര കണക്കുകൾക്കനുസരിച്ചല്ല എന്നോർക്കുക. ഒരാൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യുന്നു എന്നത് ഓരോ വ്യക്തിക്കും അതുല്യമാണ്. അവരുടെ പ്രായം, ലൈംഗിക താൽപര്യം, ജീവിത നിലവാരം, സംസ്കാരം എന്നിവയനുസരിച്ച് ഇതിൽ മാറ്റം വരാം. ചിലർ അപൂർവമായിട്ടോ ഒരിക്കലും സ്വയംഭോഗം ചെയ്യാറില്ല. അതും തികച്ചും സാധാരണമാണ്. വിവാഹിതരായ സ്ത്രീകൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യും? വിവാഹിതരായോ മുതിർന്ന സ്ത്രീകൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യുന്നു എന്നതിന് വ്യക്തമായ ഉത്തരമില്ല. സ്വയംഭോഗശീലങ്ങൾ ഓരോ വ്യക്തിക്കും സവിശേഷമാണ്. കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതമുടനീളം മാറിക്കൊണ്ടിരിക്കാം. എല്ലാ പ്രായത്തിലും ജീവിതഘട്ടത്തിലും ഒരു സ്ത്രീയുടെ ലൈംഗിക താൽപര്യം സജീവമായി നിലനിർത്താൻ സ്വയംഭോഗം സഹായിക്കും. സ്വയംഭോഗം സുരക്ഷിതമാണോ? സ്വയംഭോഗം ലൈംഗിക പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമാണെന്ന് പറയാം. കാരണം ഇത് ലൈംഗികമായി പകരുന്ന അണുബാധകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു. കൂടാതെ ഒരു പങ്കാളിയുമായി സ്വയംഭോഗം ചെയ്യുകയാണെങ്കിലും ഗർഭധാരണ സാധ്യത വളരെ കുറവാണ്. എങ്കിലും സ്വയംഭോഗം ചെയ്യുമ്പോൾ നിങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കണം. ബാക്ടീരിയകൾ പടരാതിരിക്കാൻ സ്വയംഭോഗത്തിന് മുൻപും ശേഷവും കൈകൾ കഴുകുക. യോനിയിൽ വരൾച്ചയുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക. സ്വകാര്യമായി അല്ലെങ്കിൽ പങ്കാളിയോട് കൂടെ മാത്രം സ്വയംഭോഗം ചെയ്യുക. ഉള്ളിൽ കടത്തുന്ന ലൈംഗിക കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും അവ നന്നായി വൃത്തിയാക്കുക. ഗർഭധാരണ സാധ്യത ഒഴിവാക്കാൻ പുരുഷ പങ്കാളിയുടെ പ്രീകം അല്ലെങ്കിൽ സ്ഖലനം നിങ്ങളുടെ ജനനേന്ദ്രിയവുമായി സമ്പർക്കത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സ്വയംഭോഗം അധികമായാൽ ദോഷമുണ്ടോ? ചില അപൂർവ സന്ദർഭങ്ങളിൽ സ്വയംഭോഗം അഡിക്റ്റീവ് ആവുകയും ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെ ആശ്രയിക്കുകയും ചെയ്തേക്കാം. എത്രത്തോളം സ്വയംഭോഗം ചെയ്യണമെന്നതിന് പരിധിയില്ലെങ്കിലും സ്വയംഭോഗം ഒരു അനാരോഗ്യകരമായ ശീലമായി മാറുന്നതിന്റെ ചില സൂചനകൾ ഇവിടെയാണ്. ദൈനംദിന ജീവിതത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ സ്വയംഭോഗം ഉപയോഗിക്കുന്നു. ഓരോ ദിവസവും മണിക്കൂറുകൾ സ്വയംഭോഗം ചെയ്യുകയും അത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഇടപെടുത്തുകയും ചെയ്യുന്നു. ജോലിയിൽ, ബന്ധങ്ങളിൽ, സാമൂഹിക ഇടപെടലുകളിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ സ്വയംഭോഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നിങ്ങൾ വളരെയധികം സ്വയംഭോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധനുമായോ മാനസികാരോഗ്യ വിദഗ്ധനുമായോ സംസാരിക്കുന്നത് സഹായകമാകും.
ഇനി സ്വയംഭോഗം സ്ത്രീകൾ ചെയ്യുന്നത് അവരുടെ ലൈംഗിക ജീവിതത്തിന് ദോഷകരമാണോ എന്ന് പരിശോധിക്കാം. ഇല്ല, നേരെ മറിച്ച് സ്വയംഭോഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും എന്താണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതിനാൽ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന് ഇത് നല്ല ഫലം നൽകും. സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾക്ക് പങ്കാളികളോടൊപ്പം കൂടുതൽ ലൈംഗിക സംതൃപ്തിയുണ്ടെന്ന് ഒരു പഠനം കണ്ടെത്തി. ചില ദമ്പതികൾ ഒരുമിച്ച് സ്വയംഭോഗം ചെയ്യുന്നത് ലൈംഗികമായി അടുക്കാൻ സഹായിക്കും. കൂടാതെ സ്വയംഭോഗം കൂടുതൽ രതിമൂർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്വയംഭോഗത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. മെച്ചപ്പെട്ട ഉറക്കം, PMSഉം ആർത്തവവേദനയും കുറയ്ക്കുന്നു, ശക്തമായ പെൽവിക് ഫ്ലോർ പേശികൾ, മെച്ചപ്പെട്ട ലൈംഗിക ജീവിതവും ലൈംഗിക താൽപര്യവും, സമ്മർദ്ദവും ആശങ്കയും കുറയ്ക്കുന്നു, ലൈംഗിക പിരിമുറുക്കം കുറയ്ക്കുന്നു, കിടക്കയിൽ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങൾ എത്ര തവണ സ്വയംഭോഗം ചെയ്യണമെന്നത് പൂർണ്ണമായും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ അല്ലെങ്കിൽ ഒരിക്കലും സ്വയംഭോഗം ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിന് അഡിക്റ്റഡായി ദൈനംദിന ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലും മാനസിക നില തകരാറാക്കുന്ന വിധത്തിലും ആക്കരുതെന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി.